നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള കാർഷിക സർവകലാശാലയിൽ വർക്കേഴ്സ് ഒഴിവുകൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരള കാർഷിക സർവകലാശാല വിവിധ പദ്ധതികളിൽ ജോലികൾ നിർവഹിക്കുന്നതിനായി സ്കിൽഡ് വർക്കേഴ്സ് തസ്തികകളിൽ ഒഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷ നൽകാം. ഈ ജോലികൾ പദ്ധതി ഫണ്ടുകളുടെ ലഭ്യതയനുസരിച്ച് നൽകുന്നതാണ്. ക്വാളിഫിക്കേഷൻ: ഗ്രാജുവേഷൻ ഇല്ലാത്ത സ്കിൽഡ് വർക്കേഴ്സ് യോഗ്യത VHSC +2, 10ാം ക്ലാസ് അല്ലെങ്കിൽ ഗവേഷണം അല്ലെങ്കിൽ കൃഷിജോലികളിൽ 2 വർഷത്തെ അനുഭവം. ദിവസം തോറും വേതനം 450. ഗ്രാജുവേഷനുള്ള സ്കിൽഡ് വർക്കേഴ്സ് യോഗ്യത ബോട്ടണി, സുവോളജി, ബയോടെക്, കെമിസ്ട്രി, മൈക്രോ ബയോളജിയിൽ ബിരുദം. ദിവസം തോറും വേതനം 550. എങ്ങനെ അപേക്ഷിക്കാം? അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. 2 പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അനുഭവ സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിലേക്ക് അയയ്ക്കുക. അപേക്ഷ അവസാനിക്കുന്ന തീയതി 2025 മാർച്ച് 14 ഉച്ചയ്ക്ക് 11 മണിക്ക് മുമ്പ്. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പദ്ധതിയുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ PI അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ച ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ജോലി ലഭിക്കുമെന്ന് ഉറപ്പു നൽകുന്നില്ല. ജോലി ആവശ്യമുള്ളപ്പോഴും പദ്ധതി ഫണ്ടുകൾ ലഭ്യമാകുമ്പോഴും മാത്രമേ ജോലി നൽകൂ. ഈ കരാർ ഭാവിയിൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി വഹിക്കുമെന്ന് ഉറപ്പു നൽകുന്നില്ല. ജോലി നിർവഹിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ പേയ്മെൻറ്റ് നൽകൂ. ജോലിയും പെരുമാറ്റവും തൃപ്തികരമല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കും. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷാ ഫോം ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി തിരുവനന്തപുരം ജഗതിയിലെ ഓഫീസിൽ ക്ലർക്ക് തസ്തികയിൽ നിയമനം നടത്തുന്നു. സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി. തസ്തിക ക്ലർക്ക്. ജോലിസ്ഥലം SIT ജഗതി തിരുവനന്തപുരം. അപേക്ഷാരീതി ഓഫ്ലൈൻ. ക്വാളിഫിക്കേഷൻ 10+2 കമ്പ്യൂട്ടർ പരിജ്ഞാനം. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളിൽ പ്രാവീണ്യം നിർബന്ധമാണ്. മുൻഗണന BD, DIED ഉള്ളവർക്ക് മുൻഗണന. എങ്ങനെ അപേക്ഷിക്കാം? അപേക്ഷാ ഫോം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, രേഖകൾ, ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിലേക്ക് അയയ്ക്കുക. അപേക്ഷ അവസാനിക്കുന്ന തീയതി 2025 മാർച്ച് 14. പ്രധാന നിബന്ധനകൾ: അപേക്ഷാ ഫോം വെള്ളക്കടലാസിൽ തയ്യാറാക്കി സമർപ്പിക്കണം. അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ സിമെറ്റ് നഴ്സിംഗ് കോളേജിൽ ഡ്രൈവർ ഒഴിവ്. കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി സിമെറ്റിന് കീഴിലുള്ള മുട്ടത്തറ നഴ്സിംഗ് കോളേജിൽ ഡ്രൈവർ തസ്തികയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. വേക്കൻസി ഡീറ്റെയിൽസ്: സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. തസ്തിക ഡ്രൈവർ. ജോലിസ്ഥലം മുട്ടത്തറ നഴ്സിംഗ് കോളേജ്. ശമ്പളം 19,670 മാസം. അപേക്ഷാരീതി ഓഫ്ലൈൻ. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി മോട്ടോർ വെഹിക്കിൾ HMV ഡ്രൈവിംഗ് ലൈസൻസ്. പ്രവൃത്തി പരിചയം 10 വർഷത്തെ ഡ്രൈവിംഗ് അനുഭവം. ഇതിൽ 5 വർഷം ഹെവി വെഹിക്കിളിൽ,
മറ്റാവശ്യകതകൾ: പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. ഏജ് ലിമിറ്റ്: കൂടിയ പ്രായം 40 വയസ്സ്. SC, ST, OBC വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ പ്രായളവ് ലഭ്യമാണ്. ആപ്ലിക്കേഷൻ ഫീ: ജനറൽ OBC 200, SC, ST 100. പേയ്മെൻറ്റ് രീതി: വെബ്സൈറ്റ് SP കളക്ട് വഴി ഓൺലൈൻ അടയ്ക്കാം. എങ്ങനെ അപേക്ഷിക്കാം? അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. രേഖകൾ: പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, പ്രവൃത്തിപരിചയ സർട്ടിഫിക്കറ്റുകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. സമർപ്പിക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. അപേക്ഷ അവസാനിക്കുന്ന തീയതി 2025 മാർച്ച് 9. പ്രധാന നിബന്ധനകൾ: അപേക്ഷാ ഫീസ് SB കളക്ട് വഴി മാത്രം അടയ്ക്കുക. അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കാം. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. പരീക്ഷയില്ല. 7 ലക്ഷം രൂപ വരെ ശമ്പളം. ആകെയുള്ളത് 16 ഒഴിവുകൾ. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA വിവിധ വിഭാഗങ്ങളായി ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 58 വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി. സീനിയർ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇൻസ്പെക്ടർക്ക് 64 വയസ്സാണ് പരമാവധി പ്രായപരിധി. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, വൈദ്യപരിശോധന, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കില്ല. അപേക്ഷകർ ഓൺലൈൻ ഫോമിലെ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കണം. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടിയവരായിരിക്കണം. കൂടാതെ അവർക്ക് സാധുവായ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഹെലികോപ്റ്റർ പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരിക്കണം. DGCA നിശ്ചയിച്ചിട്ടുള്ള മറ്റ് യോഗ്യതാ വ്യവസ്ഥകൾ തസ്തികയിലേക്ക് ബാധകമാണ്. സീനിയർ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇൻസ്പെക്ടറുടെ ഒഴിവിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശമ്പളം 7,46,000 രൂപ. ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇൻസ്പെക്ടർ തസ്തികയിൽ 10 ഒഴിവുകളാണുള്ളത്. ശമ്പളം 5 ലക്ഷം രൂപ വരെ ലഭിക്കും. ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇൻസ്പെക്ടർ ഹെലികോപ്റ്റർ തസ്തികയിൽ 5 ഒഴിവുകളുണ്ട്. ശമ്പളം 2,82,000 രൂപയാണ്. അഡ്മിനിസ്ട്രേറ്റീവ്, റെഗുലേറ്ററി റോളുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന പരിചയസമ്പന്നരായ പൈലറ്റുമാർക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് മികച്ച അവസരമാണ്. വിശദമായ വിവരങ്ങളും അപേക്ഷ നടപടിക്രമങ്ങളും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ DGCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അപേക്ഷകർക്ക് അവർ നൽകിയ ഇമെയിൽ ഐഡിയിൽ അപേക്ഷാ ഫോമിൻ്റെ ഒരു പകർപ്പ് ലഭിക്കും. അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് നിലവിലുള്ള ഫോട്ടോ ഒട്ടിച്ച് അപേക്ഷയിൽ ഒപ്പിടണം. തൊഴിലുടമയിൽ നിന്നുള്ള അംഗീകൃത ഒപ്പിട്ടയാൾ. ഏതെങ്കിലും ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും മറ്റ് രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികളും സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ സീൽ ചെയ്ത കവറിൽ അയക്കണം. വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.